ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA തേർഡ് സെമിസ്റ്ററിയുടെ മെയിൻ പേപ്പറായ ഹിസ്റ്ററി ഓഫ് കേരളം പാർട്ട് 1-ലെ മൂന്നാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ മലയാളം നോട്ട്സ് ഉണ്ട്, പെയ്ഡ് നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിൽ ഈ വീഡിയോൻ്റെ അതായത് ഈ സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് വീഡിയോസിലൊക്കെ ആയിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം. അപ്പോൾ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പേയ്മെൻറ്റും ഡീറ്റെയിൽസും പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. മൂന്നാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് തിണൈ കോൺസെപ്റ്റാണ്, അതായത് തിണ സങ്കല്പത്തെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ പ്രധാനം എന്ന് വെച്ചാൽ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ കാര്യമായിട്ട് നമ്മളോട് ചോദിക്കുക. അത് 2 മാർക്കിന് ചോദിക്കുക, 5 മാർക്കിന് ചോദിക്കുക, ആ രീതിയിൽ മാറിയിട്ട് ഒരേ സംഭവങ്ങൾ ഇപ്പോൾ ആ രീതിയിലൊക്കെ ചോദിച്ചാൽ എങ്ങനെ എഴുതാം എന്നുള്ളത് മാത്രമാണ് ഇതിൽ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പറയാനുള്ളൂ കേട്ടോ. ഒരു യൂണിറ്റ് ഒരു ക്ലാസ് ആവാം എന്ന് കരുതി ബ്ലോക്ക് ഒന്നിച്ചൊരു ക്ലാസ്സൊക്കെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ വലിയ യൂണിറ്റുകളൊക്കെ വരുമ്പോഴാണ് നല്ല സ്പീഡിൽ പറഞ്ഞു പറഞ്ഞാൽ ഒറ്റ വീഡിയോ കൊണ്ട് തീർന്നില്ല എങ്കിൽ പിന്നെ അത് മുറിച്ച് പറയുമ്പോൾ അത് വലിയ പ്രയാസമാണ്. പഠിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും അഥവാ ഒരു മിസ്സായി പോയി കഴിഞ്ഞാൽ ആ ഭാഗം കിട്ടാതെ പോകും. പിന്നെ എൻ്റെ ഒരു പ്രകൃതം തന്നെ നല്ല സ്പീഡാണ്, നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴേ എനിക്കത് തിരുത്താൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ പലരും പല രീതിയിൽ, അതായത് നല്ല അർത്ഥത്തിലും അല്ലാതെയൊക്കെ കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പരമാവധി സ്പീഡ് കുറച്ചിട്ട് പറഞ്ഞത് തന്നെ പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ശ്രമിച്ചു വരുന്നുണ്ട്. കഴിഞ്ഞതൊന്നും ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ. ആ രീതിക്ക് നോക്കുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം ഇതാരും വേറെ ക്ലാസ് ഇടുന്നില്ല. പിന്നെ ഫസ്റ്റ് സെമ്മിൻ്റെ കുറച്ച് ക്ലാസ്സുകൾ നല്ല സ്പീഡ് പോയിട്ടുണ്ട്. കാരണം അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ നിന്ന് പോവുമായിരുന്നു, കുറച്ച് നാൾ നാട്ടിലില്ലായിരുന്നു. അപ്പോൾ അവർക്ക് എക്സാമും ഏപ്രിലിൽ വരും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഏപ്രിൽ ഒരു ലാസ്റ്റ് ആവണ വരെ ഞാൻ നാട്ടിലില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ എക്സാം ആകുമ്പോഴേക്കും അതങ്ങോട്ട് തീർക്കുക. സത്യം തന്നെയാണ്, ഒരു അധ്യാപകർ ക്ലാസ്സിൽ പോഷൻ തീർക്കാൻ കാണിക്കുന്ന ഒരു വ്യഗ്രത അത് തന്നെയാണ് ഞാനും കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പോകുന്നതിന് മുമ്പ്, അത് എക്സാമിന് മുമ്പ് അതിൻ്റെ ഒരു മലയാളം അവർക്കാണ് കൊടുത്തിടുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നമുക്ക് പോവാം, ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ പറഞ്ഞു എന്താണ് തിണൈ കോൺസെപ്റ്റാണ് അല്ലേ. ഒന്ന് രണ്ട് കാര്യങ്ങളെ വെച്ചിട്ട് വിവിധ ചോദ്യങ്ങളാക്കിയിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നോക്കാം. നമുക്ക് ഫസ്റ്റ് വരുന്നത് തിണയുടെ വ്യത്യസ്ത വർഗീകരണങ്ങളാണ്. അല്ലെങ്കിൽ തിണയുടെ വർഗീകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ 5 തിണകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സെമ്മിലായിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതേതൊക്കെയാണ്? കുറിഞ്ചിത്തിണ, പാലയത്തിണ, മുല്ലയത്തിണ, മരുതം തിണ, നെയ്തൽ തിണ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ 5 തിണകളാണ്. അപ്പോൾ അവിടെ നമ്മളോട് ചോദിക്കുന്ന വർഗീകരണം സത്യത്തിൽ അതല്ല. ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് തിണകളുടെ വർഗീകരണം 2 തരങ്ങളാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട് തിണകളെ. ഒന്ന് അകം തിണ, രണ്ടാമത്തേതപ്പം എന്തായിരിക്കും? പുറം തിണ അല്ലേ. അപ്പോൾ അകം തിണ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ആന്തരിക വികാരങ്ങൾ, പ്രണയം, പ്രേമം എന്നിവയുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. തമിഴ് സാഹിത്യത്തിലെ എന്താ പറയുക, അകം വിഭാഗത്തിൽപ്പെടുന്ന മുഖ്യമായ വിഷയം എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞതൊക്കെ. അവിടെ അകം തിണയുടെ ഉപവിഭാഗങ്ങളുണ്ട്. അതിൽ വരുന്നതാണ് ഏതൊക്കെ? കുറിഞ്ചിത്തിണ, മലയോര പ്രദേശമായ കുറിഞ്ചിത്തിണ. അതിനെ കണക്കാക്കുന്നത് പ്രണയങ്ങളുടെ പ്രണയിച്ചവരുടെ കൂടിച്ചേരലാണ്. പിന്നെ രണ്ടാമത് അതിൽ വരുന്ന അതിൻ്റെ വിഭാഗമാണ് മുല്ലൈത്തിണ എന്ന് പറയും. കാട്ടുപ്രദേശങ്ങളാണ്. അതിനെ കാത്തിരിപ്പിൻ്റെ സൂചനയായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്, അല്ലെങ്കിൽ പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ മൂന്നാമത് വരുന്നത് മരുതം തിണയാണ്. അത് സസ്യഭൂമിയാണ്. അവിടെ വ്യതിയാനം അല്ലെങ്കിൽ വിദ്വേഷത്തിൻ്റെ സൂചകമായിട്ടാണ് ഇതിനെ കാണുന്നത്, മരുതം തിണയെ കണക്കാക്കുന്നത്. നെയ്തൽ തിണയാണ് അടുത്തത്. അത് കടലോര പ്രദേശമാണ്. അവിടെ വിരഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് നെയ്തൽ തിണയെ കണക്കാക്കുന്നത്. പിന്നെ അടുത്ത 5-മത്തത് പാലയത്തിണയാണ്. പാലയത്തിണ എന്ന് പറഞ്ഞാൽ വരണ്ട പ്രദേശം, ശൂന്യതയുടെ പ്രദേശമാണ്. അത് വേർപാടിനെയാണ് സൂചിപ്പിക്കുന്നത്. അതാണ് അകം തിണ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ വിഭാഗത്തിൽ വരുന്നതാണ് ഏത്? പുറം തിണ എന്ന് പറയുന്നത്. അപ്പോൾ അകം തിണ ആന്തരിക കാര്യങ്ങളാണെങ്കിൽ പുറം തിണ സ്വാഭാവികമായിട്ട് എന്താണ്? ബാഹ്യ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടും. എന്ന് വെച്ചാൽ യുദ്ധം, ധർമ്മം, രാജപരമ്പര, പിന്നെ അതുപോലെ തന്നെ സാംസ്കാരിക ജീവിതം, പുരുഷാർത്ഥം തുടങ്ങിയ പുറം ഘടകങ്ങളാണ് ഇതിൽ വരുന്നത്, പുറം തിണയിൽ വരുന്നത്. അതിനുമുണ്ട് ഉപവിഭാഗങ്ങൾ. പക്ഷെ നമ്മളെവിടെയും തിണകൾ പഠിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കണില്ല. നമ്മളൊക്കെ ഈ 5 തിണകൾ, ഇതിലെ അകം തിണകളായിട്ടുള്ള 5 തിണകളെക്കുറിച്ച് മാത്രമേ എല്ലായിടത്തും വിശദമായിട്ട് പഠിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് തെറ്റിച്ച് എഴുതുന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം എങ്ങനെ വരുന്നത്, തിണകളുടെ വർഗീകരണങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് അതിൽ വരുന്ന തിണകൾ നോക്കുക. ഒന്ന് വീരത്തിണ.
വീരത്വത്തെ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തത് അത് വീരത്വം, യുദ്ധം എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് വരിക. പിന്നെ കാരുണ്യത്തിണ. കാരുണ്യത്തിണ ദയവും സഹനവും സഹായവും ഒക്കെയാണ് അതിൽ സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തത് ഭക്തിത്തിണയാണ്. പേരുകൊണ്ട് തന്നെ മനസ്സിലാക്കാം, എന്താ ആത്മീയതയും ഭക്തിയുമാണ്, ഭക്തിയുടെയും സൂചകമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. പിന്നെ സാന്ത്വനത്തിണ, നല്ല ആശ്വാസവും സമാധാനവും നൽകുന്ന തിണ. ഇങ്ങനെ തിണകളുടെ വർഗീകരണം രണ്ടായിട്ടാണ്. ഏതൊക്കെയാണ്? അകം തിണയും പുറം തിണയും. അകം തിണ എന്ന് പറഞ്ഞാൽ ആന്തരിക കാര്യങ്ങൾ, പുറം തിണ എന്ന് പറഞ്ഞാൽ ബാഹ്യ കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തി. അതന്നെ നമ്മളോട് എന്താണ് വൻപുലം മേൻപുലം എന്നിവ ചോദിക്കും. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ചോദ്യമാണ് ഇത്. വൻപുലം മേൻപുലം ഒന്നുകിൽ തരംതിരിക്കുക, അല്ലെങ്കിൽ അതെന്താണെന്ന് വ്യക്തമാക്കുക എന്ന രീതിയിലൊക്കെ. അപ്പോൾ വൻപുലം എന്ന് പറഞ്ഞാൽ വലിയ പുലം എന്നാണ്. അത് പുറം തിണയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് സാമൂഹിക ജീവിതം, യുദ്ധം, ദാനധർമ്മം, ഭക്തി, രാജധർമ്മം തുടങ്ങിയ ബാഹ്യ കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്? വൻപുലത്തിൽ വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഏതൊക്കെ? വീരം, രാജാവിൻ്റെ കീർത്തി, യുദ്ധഗാഥകൾ, മഹാപുരുഷന്മാരുടെ കഥകൾ, അതാണ് പുരുഷാർത്ഥം. നേരത്തെ പറഞ്ഞല്ലോ, മഹാപുരുഷന്മാരുടെ കഥകൾ മുതലായവയെ പ്രമേയമാക്കി രചിക്കപ്പെട്ട സംഘകാലത്തെ കാവ്യങ്ങളാണ് ഏതിൽ വരുന്നത്? വൻപുലം കവിതകളിൽ ഉൾപ്പെടുന്നത്. ഇനി മേൻപുലം പറഞ്ഞു അല്ലേ. മേൻപുലം എന്ന് പറയുന്നത് മേലുള്ള പുലം അതാണ്, അതായത് അകം തിണയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് വ്യക്തിയുടെ ആന്തരിക കാര്യങ്ങളാണ് അത്. വികാരങ്ങൾ, പ്രണയം, വിരഹം, കാമം തുടങ്ങിയ അതിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്, കാവ്യരചനകളാണ് ഏതിൽ നടത്തിയിട്ടുള്ളത്? പിന്നെ മേൻപുലത്തിൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതാണ് മേൻപുലവും വൻപുലവും കേട്ടോ. ഇനി ഇത് തന്നെ നമ്മളോട് 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്നറിയോ? അകംപുറം സാഹിത്യങ്ങൾ ചർച്ച ചെയ്യുക എന്നാണ് ചോദിക്കുക. അകംപുറം സാഹിത്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അകം എന്നാൽ ആന്തരികം അഥവാ അന്തരംഗം എന്നാണ് അർത്ഥം. അപ്പോൾ വ്യക്തിയുടെ സ്വഭാവം, മനസ്സിൻ്റെ എന്താ പറയുക, വികാരങ്ങൾ, പ്രണയം, വിരഹം, കാമം, കാത്തിരിപ്പ് തുടങ്ങിയൊക്കെ ആസ്പദമാക്കിയിട്ടുള്ള സാഹിത്യരചനകളാണ് ഇതിൽ അകം എന്നതിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ അത് എന്താണ്? അതിന് സാമൂഹിക ജീവിതവുമായിട്ട് നേരിട്ട് അതിന് ബന്ധമില്ല. സാധാരണയായിട്ട് സ്ത്രീ പുരുഷനും തമ്മിലുള്ള ബന്ധമാണ് അതിൽ പ്രധാനമായിട്ടും പ്രമേയമാക്കുന്നത്. ഇനി നമ്മളോട് പുറമാണ് ചോദിച്ചിട്ടുള്ളത്. പുറം എന്നത് ബാഹ്യപ്രപഞ്ചത്തെയാണ് സൂചിപ്പിക്കുന്നത്. സമൂഹത്തെ, പൊതുവായ സംഭവങ്ങളെയൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ? യുദ്ധം, പിന്നെ വീരത്വം, രാജകീയത, ദാനധർമ്മം, സാമൂഹിക സംഭവങ്ങൾ, അതുപോലെ മഹാപുരുഷന്മാരുടെ കീർത്തികൾ തുടങ്ങിയൊക്കെയാണ് ഇതിലെ വിഷയം പുറം സാഹിത്യത്തിൽ വിഷയമാക്കിയിട്ടുള്ളത്. അവിടെ വ്യക്തിയുടെ വ്യക്തിഗത വികാരങ്ങൾക്കപ്പുറം സമൂഹത്തോടുള്ള വ്യക്തികളുടെ ബാധ്യതയും അവരുടെ ധർമ്മവും ഒക്കെയാണ് ഏതിൽ ചിത്രീകരിക്കുന്നത്? പുറം സാഹിത്യത്തിൽ അല്ലെങ്കിൽ പുറം കവിതകളിൽ ചിത്രീകരിക്കുക. അപ്പോൾ നോക്കി നമ്മളിപ്പോൾ 3 മേഖലകളായിട്ടാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ട്. അതിലൊന്നെന്താണ്? തിണയുടെ വർഗീകരണങ്ങളാണ്. അപ്പോഴും വരുന്നത് ഏതൊക്കെയാണ്? അകം തിണ, പുറം തിണ. അകം തിണയിലെ 5 തിണകൾ ഏതൊക്കെയാണ്? കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്തൽ, പാലൈ അല്ലേ. പിന്നെ പുറം തിണയിൽ 5 എത്ര വരുന്നുണ്ട്? വീരത്തിണ, പിന്നെ കാരുണ്യത്തിണ, ഭക്തിത്തിണ, സാന്ത്വനത്തിണ, അങ്ങനെ 4. അപ്പോൾ മൊത്തം 5 തിണകളുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും ഈ 5 നമ്മൾ പഠിക്കാറുള്ളൂ കേട്ടോ. പിന്നെ നമ്മളോട് ചോദിച്ചത് എന്താണ്? വൻപുലം, മേൻപുലം. അതും ആൻസർ വരുന്നത് തന്നെയാണ് അകംപുറം തിണകൾ തന്നെയാണ്. പിന്നെ അകംപുറം സാഹിത്യങ്ങളെ ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞിട്ട് 5 മാർക്കിന് ചോദിച്ചാൽ അതെല്ലാം കൂടി ചേർത്ത് എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയാണ് ആ ഒരു യൂണിറ്റിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ഇനി 1 വേർഡ് ചോദിക്കാം. നമ്മൾ പുസ്തകത്തിലുള്ളത് തന്നെ പഠിച്ചിട്ട് പോയാൽ മതി. ഓക്കെ, താങ്ക്സ്.